പ്രിയപ്പെട്ടവരെ, ഓണം ഇങ്ങെത്തി. ഓർമ്മകളിലെ ഒരു പഴയ ഓണം. ഓണം എന്ന് കേൾക്കുമ്പോൾ ഇന്നും മനസ്സിൽ ആദ്യം തെളിയുന്നത് വലിയ ആഘോഷങ്ങളോ വില കൂടിയ ഓണക്കൊടികളോ നഗരത്തിൻ്റെ തിരക്കുകളോ ഒന്നുമല്ല. മനസ്സിൽ പതിയെ പിന്നിലേക്ക് നടക്കുന്ന ഒരു പഴയ വഴിയാണ്. എൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ച പുന്നയൂർ കുളത്തെ അരുമ്പനയിൽ തറവാട്ടിലേക്കുള്ള ആ വഴി. അവിടെ ഒരു ഓണമുണ്ടായിരുന്നു. ഇന്നത്തെ ഓണത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ, മനസ്സിൽ ഇന്നും മായാതെ കിടക്കുന്ന ഒരു ഓണം. തറവാട്ടിൻ്റെ മുന്നിലെ പടിപ്പുരകളും അതിനരികിലെ തെളിഞ്ഞ കുളവും കുളത്തെ ചുറ്റിപ്പറ്റി വളർന്നു നിന്നിരുന്ന കൈതപ്പൂക്കളുടെ മണവും കാറ്റിനൊപ്പം പറന്നിരുന്ന ആ കാലം. കുളത്തിലേക്ക് ഓണത്തിൻ്റെ വരവറിയിച്ചു കൊണ്ടെത്തുന്ന ഓണത്തുമ്പികൾ. അവയുടെ ചിറകടി കേൾക്കുമ്പോൾ തന്നെ ഓണം അടുത്തെത്തിയെന്ന് തോന്നുമായിരുന്നു. പടിപ്പുരയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണാമായിരുന്നു ആ ആമ്പൽപ്പാടം. കാറ്റിനൊപ്പം ഇളകുന്ന ആമ്പൽ പൂക്കളും വെള്ളത്തിന് മുകളിൽ പതിയെ നീങ്ങുന്ന ഓളങ്ങളും. അത് കാണാൻ മാത്രം അവിടെ എത്രയോ നേരം വെറുതെ നിന്നിട്ടുണ്ടായിരിക്കും. തറവാട്ടിലെ തൊഴുത്തും അതിനുള്ളിലെ പൈക്കിടാങ്ങളും രാവിലെ തന്നെ അവിടെയൊക്കെ ഒരു പ്രത്യേക ഉണർവായിരിക്കും. പശുക്കളുടെ മണിയും പുല്ലിൻ്റെ മണവും മുറ്റത്ത് ഓടി നടക്കുന്ന കുട്ടികളുടെ ശബ്ദവും കൂടി ചേരുമ്പോൾ ആ വീടിന് തന്നെ ഓണത്തിൻ്റെ താളമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും രസമുള്ളത് തുമ്പിയുടെ പുറകെയുള്ള ഓട്ടം. പറന്നു പോകുന്ന തുമ്പിയെ പിടിക്കാനായി പിന്നാലെ ഓടും. പിടിക്കാമെന്ന് തോന്നുമ്പോഴേക്കും അത് വീണ്ടും പറന്നു വരും. അങ്ങനെ വെയിലൊന്നും നോക്കാതെ, ചെരുപ്പൊന്നും നോക്കാതെ മണ്ണിൽ കാലുകൾ പതിഞ്ഞു ചിലപ്പോൾ വീഴും, എഴുന്നേറ്റ് വീണ്ടും ഓടും. അന്ന് ഓണത്തിന് വലിയ സമ്മാനങ്ങളൊന്നും വേണ്ടായിരുന്നു. ഒരു തുമ്പി, ഒരു പൂവ്, ഒരു ഊഞ്ഞാൽ, കൂട്ടുകാരോടൊത്തുള്ള കുറച്ച് സമയം, അതൊക്കെയായിരുന്നു അന്നത്തെ വലിയ സന്തോഷങ്ങൾ. ഓണസദ്യയുടെ ദിവസമാകുമ്പോഴാണ് തറവാട്ടിൻ്റെ മറ്റൊരു തിരക്ക് കൂടുന്നത്. ഇലവെട്ടാൻ തറവാട്ടിൻ്റെ പിറകിലുള്ള വാഴത്തോട്ടത്തിലേക്ക് പോകും. വാഴയിലകൾ ഓരോന്നായി വെട്ടിയെടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ മനസ്സിൽ സദ്യയുടെ രുചി നിറയും. അടുക്കളയിൽ വരുന്ന ആ മണം, പായസത്തിൻ്റെ ആ മധുരം. അങ്ങനെ ഒടുവിൽ സദ്യക്ക് ഇല വിരിക്കും. ഒരു വലിയ കൂട്ടം ആളുകൾ ഒരുമിച്ചിരിക്കും. ഇലയിൽ ഒന്നിനു പിറകെ ഒന്നായി വിഭവങ്ങൾ നിറയും. സമ്പൽ സമൃദ്ധമായ ഒരു സദ്യ. അന്ന് സദ്യയുടെ രുചിയേക്കാൾ വലുതായിരുന്നു അതിന് ചുറ്റുമുണ്ടായിരുന്ന സ്നേഹം. ഓരോ ഇലയുടെ മുന്നിൽ ഇരുന്ന് ചിരിച്ചും കളിച്ചും കഴിച്ചിരുന്ന ആ നിമിഷങ്ങൾ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ രുചി ഇന്നും നാവിൽ തങ്ങി നിൽക്കുന്നത് പോലെ. ഇന്ന് ഓണം വരുമ്പോൾ എല്ലാമുണ്ട്. പൂക്കളുമുണ്ട്, ഓണക്കൊടിയുമുണ്ട്, സദ്യയുമുണ്ട്, ആഘോഷങ്ങളുമുണ്ട്. പക്ഷേ എവിടെയോ എന്തോ ഒരു കുറവാണ്. ഒരുപക്ഷെ അത് ആ പഴയ തറവാടായിരിക്കാം. അല്ലെങ്കിൽ പടിപ്പുരയിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടിരുന്ന ആമ്പൽപ്പാടം, കൈതപ്പൂവിൻ്റെ മണം, കുളത്തിൽ ചിറകു വീശിയെത്തിയ ഓണത്തുമ്പികൾ, തൊഴുത്തിലെ പൈക്കിടാങ്ങളുടെ മണിയൊച്ച, വാഴത്തോട്ടത്തിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന വാഴയില. അല്ലെങ്കിൽ ഒരു തുമ്പിയുടെ പുറകെ ഓടാൻ പോലും സമയം ഉണ്ടായിരുന്ന ആ കുട്ടിക്കാലം. ചില ഓർമ്മകൾക്ക് പ്രായമാകില്ലല്ലോ. കാലം എത്ര ദൂരം മുന്നോട്ട് പോയാലും മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ അവ അന്നത്തെ അതേ നിറത്തിലും മണത്തിലും ശബ്ദത്തിലും ജീവിച്ചുകൊണ്ടേയിരിക്കും. ഓണം വരുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് ഇന്നും അറിയാതെ തിരികെ നടക്കുന്നത് അവിടേക്കാണ്. പുന്നയൂർ കുളത്തെ അരുമ്പനയിൽ തറവാട്ടിലേക്ക്.